ദാനങ്ങൾ നൽകുന്നതിലെ നമ്മുടെ മനോഭാവമാകുന്നു നാം നൽകുന്ന തുകകളേക്കാൾ പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ പറയട്ടെ. ഔദാര്യമനസ്കരായിരിക്കുവാനാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. തങ്ങൾ ദൈവിക കാര്യങ്ങൾക്ക് കൊടുക്കുന്നത് മറ്റാരും അറിയരുത് എന്ന് ശഠിക്കുന്ന അനേകരെ നമുക്ക് ചുറ്റും കാണാവുന്നതാണ്. എല്ലാവരും തെറ്റല്ല അങ്ങനെ പറഞ്ഞാൽ. പലരും വളരെ ആത്മാർത്ഥതയോടെ ആകുന്നു അങ്ങനെ പറയുന്നത്. കാരണമുണ്ട്. തങ്ങളും ദൈവവും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ് അത് എന്നവർ വിശ്വസിക്കുന്നു. അതെ, ദൈവം അറിഞ്ഞാൽ മതി എന്ന ചിന്ത. എന്നാൽ വേറെ ചില ആളുകളുണ്ട്. അവർ അങ്ങനെ ചെയ്യുന്നത് ഔദാര്യമായി കൊടുക്കാതിരിക്കുവാനുള്ള ഒരു ഉപാധിയായിട്ടാണ്. അവർ സ്തോത്രകാഴ്ച ഇടുന്നത് ശ്രദ്ധിച്ചാൽ അവർ കൈ മടക്കി ആ തുക ആരും കാണാതെ സ്തോത്രകാഴ്ച സഞ്ചിയുടെ അടിയിൽ കൊണ്ടുപോയി അങ്ങ് നിക്ഷേപിക്കും. എന്തായിരുന്നാലും കൊടുക്കുന്നവരുടെ മനോഭാവം അനുസരിച്ചായിരിക്കും അനുഗ്രഹം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് പ്രാപിക്കുവാനായിട്ടാണല്ലോ, ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ ആയിട്ടാണല്ലോ നാം ദൈവത്തെ അനുസരിക്കുന്നത്. ഒരു ദൈവ പൈതൽ ഒരു ദൈവവേലയ്ക്കായി കൊടുക്കുന്നതിൻ്റെ ചില നല്ല പ്രമാണങ്ങളാണ് നാം ഇന്ന് വീണ്ടും കാണുവാൻ പോകുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 8-9 അധ്യായങ്ങളിൽ നാം അതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗം നിങ്ങൾക്ക് പ്രയോജനകരമായിരുന്നു എന്ന് വിശ്വസിക്കട്ടെ. മക്കതോന്യ സഭകളുമായിട്ടുള്ള ബന്ധത്തിലാണ് വിശുദ്ധ പൗലോസ് ഇത് പറയുവാൻ ആരംഭിച്ചത്. ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയതായിട്ടുള്ള ആ സഭയിൽ വാസ്തവത്തിൽ ഔദാര്യമായി കൊടുക്കുവാൻ മനസ്സുള്ളവരായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് പറഞ്ഞ് കൊരിന്തിലെ വിശ്വാസികളെ അവൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തനിക്ക് വേണ്ടിയിട്ടല്ല, വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ടുള്ള ധർമ്മശേഖരമാണ് ഇവിടെ നാം കാണുന്നത്. എടുത്താട്ടെ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം. ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്തീയ ഔദാര്യത്തെക്കുറിച്ചാണല്ലോ, ക്രിസ്തീയ ദാനത്തെക്കുറിച്ച്. ഇതിൽ പ്രാരംഭമായി അതിൻ്റെ മാതൃക നാം കണ്ടു. എങ്ങനെ കൊടുക്കണമെന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിച്ചു. ഇന്ന് നാം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ തുടർച്ചയാണ് കാണുന്നത്. ഇതിൽ യഥാർത്ഥ ദാനം അല്ലെങ്കിൽ കൊടുപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഞാൻ 9-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളൊന്ന് വായിക്കട്ടെ. നിങ്ങൾ എന്നോടൊപ്പം ശ്രദ്ധിക്കുമല്ലോ. വിശുദ്ധന്മാർക്ക് വേണ്ടി നടത്തുന്ന ദ്രവ്യശേഖരത്തെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ലല്ലോ. അഖായ കീഴാണ്ട് മുതൽ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് മക്കദോന്യരോട് പ്രശംസിച്ചു വരുന്ന നിങ്ങളുടെ മനസ്സൊരുക്കം ഞാൻ അറിയുന്നു. നിങ്ങളുടെ എരിവ് മിക്ക പേർക്കും ഉത്സാഹകാരണമായി തീർന്നിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ പറയുന്ന പ്രശംസ ഈ കാര്യത്തിൽ വ്യർത്ഥമാകാതെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരുങ്ങിയിരിക്കേണ്ടതിന് തന്നെ ഞാൻ സഹോദരന്മാരെ അയച്ചത്. അല്ലെങ്കിൽ പക്ഷേ മക്കദോന്യർ എന്നോടുകൂടെ വരികയും നിങ്ങളെ ഒരുങ്ങാത്തവരായി കാണുകയും ചെയ്താൽ നിങ്ങളെന്നല്ല ഞങ്ങൾ തന്നെ ഈ അതിധൈര്യം നിമിത്തം ലജ്ജിച്ചു പോകുമല്ലോ. പൗലോസ് പറയുന്നത്, നിങ്ങളെക്കുറിച്ച് ഇത്രയധികം പ്രശംസിച്ചതിന് ശേഷം ഞാൻ അവിടെ വരുമ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യാത്തവരായി കാണുന്നു എങ്കിൽ ഞാൻ ആകെ തളർന്നു പോകും, ലജ്ജിച്ചു പോകും, നിരാശപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. ധാരാളമായി കൊടുക്കുക എന്നത് ഏത് സഭയുടെയും കർത്തവ്യമാണ്. ആത്മീയമായി മുന്നിട്ട് നിൽക്കുന്ന സഭകൾ ദാനത്തിൻ്റെ കാര്യത്തിലും പിൻപിലാകെയില്ല. ആത്മീയതയുടെ ഒരു അളവുകോലായി ഇതിനെ നമുക്ക് കണക്കാക്കാം. അതെ, ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ നാം ഹൃദയത്തിൽ രൂപാന്തരമുള്ളവരായി തീരുമ്പോൾ അത് നമ്മുടെ എല്ലാ ജീവിത രംഗങ്ങളിലും പ്രതിഫലിക്കും. നമ്മുടെ പണം സൂക്ഷിച്ചിരിക്കുന്ന പേഴ്സും അത് കാണിക്കുവാൻ തുടങ്ങും എന്ന് ചുരുക്കം. യെരുശലേമിലെ വിശ്വാസികൾക്ക് കൊരിന്തിലെ സഭ ഒരു തുക വാഗ്ദാനം ചെയ്തിരുന്നു. വാഗ്ദാനം എപ്പോഴും ദൈവത്തോടുള്ള ഉടമ്പടിയാണെന്ന് ഓർമ്മിക്കണം. ഇത് മനുഷ്യർ മനുഷ്യനോട് ചെയ്യുന്നതല്ല. ദൈവത്തിൻ്റെ ആത്മാവ് പ്രചോദിപ്പിച്ചിട്ട് താങ്കൾ ഒരു വാഗ്ദാനം ചെയ്താൽ അത് തീർച്ചയായും ദൈവത്തോടുള്ള ഉടമ്പടിയാണ്. ധനവാനായ ഒരു മനുഷ്യനോട് ഒരാൾ ചോദിച്ചു, നീ ഇത്രയധികം കൊടുത്തിട്ട് നീ ധനവാനായി എങ്ങനെ ഇരിക്കുന്നു എന്ന്. നല്ല ഒരു ചിന്ത. അനേകർക്കും ഇത് ഒരു വലിയ പ്രശ്നമായി തോന്നാറുണ്ട്.
അതിന് ആ ധനവാനായ നല്ല മനുഷ്യൻ മറുപടി പറഞ്ഞത്, എൻ്റെ അളവ് പാത്രത്തേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ അളവ് പാത്രം. ഞാൻ എത്രയധികം കൊടുക്കുമോ അത്രയധികം ദൈവം എനിക്ക് അളന്ന് തിരിച്ചു തരുന്നു. വാസ്തവമാണല്ലേ? 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, ആകയാൽ സഹോദരന്മാർ ഞങ്ങൾക്ക് മുമ്പായി അങ്ങോട്ട് വരികയും നിങ്ങൾ മുമ്പേ വാഗ്ദത്തം ചെയ്ത അനുഗ്രഹം പിശുക്കായിട്ടല്ല അനുഗ്രഹമായിട്ട് ഒരുങ്ങിയിരിപ്പാൻ തക്കവണ്ണം മുമ്പ് കൂട്ടി ഒരുക്കി വെക്കുകയും ചെയ്യേണ്ടതിന് അവരോട് അപേക്ഷിപ്പാൻ ആവശ്യം എന്ന് ഞങ്ങൾക്ക് തോന്നി. ദാനത്തെ അനുഗ്രഹമായി പൗലോസ് വിശേഷിപ്പിക്കുന്നു. ദാനം അനുഗ്രഹമാണെങ്കിൽ അത് സന്തോഷത്തോടെ നിർവഹിക്കേണ്ടതാണ്. 6-ാം വാക്യത്തിൽ, എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവീൻ. എഫെസോസിലെ മൂപ്പന്മാരോട് സംസാരിക്കുമ്പോൾ ഇതേ കാര്യം തന്നെ പൗലോസ് അവരെ ഓർപ്പിച്ചു. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിന് 35-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന് കർത്താവായ യേശു നിരന്തരമായി പറയുമായിരുന്നു. ഇന്ന് എല്ലാവരും പറയുകയും ആരും പ്രാവർത്തികമാക്കാത്തതുമായ ഒരു പ്രസ്താവനയാണിത്. ഭാഗ്യം എന്നതുകൊണ്ട് സന്തോഷം എന്നർത്ഥമാണ്. വാങ്ങുമ്പോൾ ലഭിക്കുന്നതിനേക്കാൾ വളരെയേറെ സന്തോഷം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നു. ശ്രമിച്ചിട്ടുണ്ടോ? താങ്കൾ ആർക്കെങ്കിലും എന്തെങ്കിലും നൽകുമ്പോൾ അത് എങ്ങനെയാണ് താങ്കളെ ബാധിക്കുന്നത്? നിങ്ങൾക്കും എനിക്കുമുള്ള ഒരു പരീക്ഷണം ഇവിടെ ഇതാ. നാം ലോഭമായി വിത്ത് വിതയ്ക്കാറുണ്ടോ? അങ്ങനെ നാം കൊടുക്കാറുണ്ടോ? ഒരു കൃഷിക്കാരൻ ഒരു പറ വിത്ത് വിതച്ചിട്ട് നല്ല ഒരു കൊയ്ത്ത് കൊയ്തു എന്നിരിക്കട്ടെ. അടുത്ത വർഷം അയാൾ സ്വയം പറഞ്ഞെന്നിരിക്കട്ടെ, ചേടാ, എന്തിനായി വിത്തെല്ലാം വാരി മണ്ണിലെറിയുന്നത്? ഈ വർഷം ഞാൻ കഴിഞ്ഞ വർഷത്തേതിൻ്റെ പകുതിയേ വിതയ്ക്കുന്നുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് താങ്കൾക്ക് ഊഹിക്കാം. പ്രമാണം ഇത്രമാത്രം: കൈ ഇറുക്കിപ്പിടിച്ച് വിതയ്ക്കുന്നവന് അത്രയും കുറച്ചേ കിട്ടൂ, കൈ അയച്ചു കൊടുക്കുന്നവന് അങ്ങനെ ലഭിക്കും. ഇത് ജീവിതത്തിൻ്റെ എല്ലാ വശത്തും ഒരുപോലെ സത്യമാണ്. നാം ദൈവവുമായി ഇടപെടുമ്പോൾ കൈ ഇറുക്കിപ്പിടിച്ചിരിക്കുന്നതാണ് പലരും ദരിദ്രരായിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം. കൈ ഇറുക്കിപ്പിടിച്ച് നാം ദൈവവുമായി ഇടപെടുന്നു. ഇത് വളരെയേറെ ബുദ്ധിമുട്ടിലേക്ക് പലരെയും നയിക്കുന്നു. 7-ാം വാക്യത്തിൽ, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. എത്ര മനോഹരമായ വാക്യമല്ലേ? വിശ്വാസ പ്രതിജ്ഞ അല്ലെങ്കിൽ ഉടമ്പടി എങ്ങനെയായിരിക്കണം എന്നിവിടെ പറയുന്നു. ഹൃദയത്തിൽ തോന്നുന്നത് പോലെ കൊടുക്കണം, അഥവാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ തോന്നിക്കുന്നത് പോലെ. അതെ, ഒരു ആവശ്യത്തെക്കുറിച്ച് നാം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ എന്തു കൊടുക്കണം എന്ന തോന്നൽ കൊണ്ടുവരുന്നു. വേണമെങ്കിൽ ജഡം അതിനെ മറികടന്നിട്ട്, ഓ, നിന്നെക്കൊണ്ടത് സാധിക്കില്ല, ഇത്ര വലിയ തുക എവിടെ നിന്നുണ്ടാക്കാനാണ്, നിൻ്റെ ശമ്പളം എല്ലാം കൂടി കൂട്ടിയാൽ ഇതിൻ്റെ പകുതിയേ വരൂ, ഇങ്ങനെ സംശയങ്ങൾ കൊണ്ടുവന്ന് നാം ഒടുവിൽ നമ്മുടെ യുക്തിക്ക് ചേരുന്ന ഒരു തുക വാഗ്ദാനം ചെയ്യും. അതൊരിക്കലും വിശ്വാസത്താലുള്ള ഒരു പ്രതിജ്ഞയല്ല. നാം ഇവിടെ പറയുന്നത് പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ തോന്നിക്കുന്നത് പോലെ കൊടുക്കണമെന്നത്രേ. അതിനുവേണ്ടി നാം സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞല്ലോ, കണക്ക് കൂട്ടിയിട്ടൊരു തുക വാഗ്ദാനം ചെയ്യുക അല്ല. എത്രയ്ക്ക് ഞാൻ ദൈവത്തെ ആശ്രയിക്കും എന്നതാണ് ഇവിടുത്തെ പരീക്ഷ. എത്രയ്ക്ക് ഞാൻ ദൈവത്തെ ആശ്രയിക്കും? ഇത് വളരെ ഗൗരവമായ ഒരു വ്യായാമമാകുന്നു, വളരെ ഗൗരവമായ ഒരു തീരുമാനമാകുന്നു. പിറുപിറുപ്പോടെ ഒരിക്കലും കൊടുക്കരുത്. മനസ്സില്ലാ മനസ്സോടെ കൊടുക്കുന്നത് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നിവർത്തികെട്ടിട്ട് കൊടുക്കുന്നത് കൊടുക്കാതിരിക്കുന്നതിന് തുല്യമാണ്. രക്ഷപ്പെടാൻ അല്ലെങ്കിൽ മുഖം രക്ഷിക്കാൻ കൊടുക്കുന്ന അനേകരുണ്ട്. മാനം കാക്കുവാൻ കൊടുക്കുന്നവരും വളരെയാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഇതുപോലെയുള്ള ആളുകളെ. ഒരുപക്ഷേ താങ്കൾ പറഞ്ഞെന്ന് വന്നേക്കാം, ഞാൻ എൻ്റെ ഇടവകയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തായി പോയത് കൊണ്ട് കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാണ് എന്ന്. അങ്ങനെ സങ്കടത്തോടെ ദൈവം താങ്കളിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കുന്നില്ല. സഭ ഒരുപക്ഷേ അത് ആവശ്യപ്പെട്ടെന്ന് വന്നേക്കാം. പലരെയും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ആക്കുന്നത് തന്നെ അവരുടെ പണം നോക്കിയിട്ടാണല്ലോ. ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷനായി
നാട്ടിലെ പണക്കാരനെ പിടിച്ചാക്കാമെങ്കിൽ പണത്തിൻ്റെ സംഗതി വലിയ കുഴപ്പമില്ലാതെ നടക്കുമെന്ന് ഒരു ധാരണയുണ്ട്. എന്നാൽ ഈ പറയുന്ന വ്യക്തി വാസ്തവത്തിൽ ദൈവത്തെ സ്നേഹിക്കാത്തൊരു വ്യക്തിയാകുന്നുവെങ്കിൽ നിങ്ങൾ ഒരു പിശാചിനെയാണ് അവിടെ പിടിച്ചാക്കിയത്. തന്മൂലം അയാളുടെ വഴിക്ക് കാര്യങ്ങൾ പോകൂ, പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ദൈവം ഒരിക്കലും അങ്ങനൊരു കാര്യമല്ല ആഗ്രഹിക്കുന്നത്. ദൈവം പറയുന്നത് താങ്കൾ സങ്കടത്തോടെ, മനസ്സില്ലാ മനസ്സോടെ ദൈവവേലയ്ക്കായി നൽകുന്നത് നിർത്തണം. അവനത് വേണ്ട എന്നത്രേ. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, ദൈവം അത് ഉപയോഗിക്കില്ല എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. സങ്കടത്തോടെ കൊടുക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, നിർബന്ധത്താൽ കൊടുക്കുന്നതും ദൈവം ആഗ്രഹിക്കുന്നില്ല. മനസ്സോടെയും സന്തോഷത്തോടെയും നൽകുവാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ താങ്കൾ നൽകണമെന്ന് ദൈവം ഒരിക്കലും പറയുന്നില്ല. ഇത് നാം വളരെ ശ്രദ്ധിക്കണം. ഹൃദയത്തിലെ ശുഷ്കിച്ച വരണ്ട ആത്മീക നിലവാരമാണ് ഒരാൾ സങ്കടത്തോടെയോ നിർബന്ധത്തോടെയോ കൊടുക്കുന്നതിന് കാരണം. ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, ഞാൻ എന്തെങ്കിലും കൊടുത്തേ മതിയാകൂ, നോക്കിക്കേ എല്ലാവരും കൊടുക്കുന്നു, ഞാൻ മാത്രമായിട്ട് എങ്ങനെ മാറി നിൽക്കും. അതത്രേ നിർബന്ധത്താൽ നൽകുന്നത്. അപ്രകാരത്തിലുള്ള ദാനം ദൈവത്തിന് വേണ്ട. എന്തിനു വേണ്ടി കൊടുക്കുന്നു, അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നതെന്ത്, അതുകൊണ്ട് താങ്കൾ ആഗ്രഹിക്കുന്നതെന്ത്, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് വേണം നാം ചെയ്യേണ്ടത്. നാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിനു വേണ്ടി പണം ചെലവഴിക്കുമ്പോൾ അവരുടെ ഭാവിയെക്കുറിച്ച് നാം ചിന്തിച്ച്, അതെ ഞാൻ ഈ 100 രൂപ ചിലവഴിക്കുമ്പോൾ അത് 100,000 തിരിച്ചു കിട്ടുവാൻ പോകുന്നു എന്നുള്ള ചിന്തയോടെ, ഉത്തരവാദിത്വ ബോധത്തോടെ നാം അത് കൊടുക്കുന്നു. ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ നാം കൊടുക്കുന്നത് എത്രമാത്രം സന്തോഷത്തോടെയാണ്. നല്ല കാര്യങ്ങളിൽ നിന്നും, അതെ ദൈവാനുഗ്രഹം ലഭിക്കുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുന്നതാണ് സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്നോർക്കണം. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നതുവരെ ആ വ്യക്തിയെ ക്രിസ്തുവിങ്കൽ നിന്നും അകറ്റുന്ന ശ്രമത്തിലാണ് സാത്താൻ. അവൻ നമ്മിൽ നിന്ന് ആ വിശ്വാസം മാറ്റിക്കളയുവാൻ ശ്രമിക്കുന്നു. എന്നിട്ട് അവിശ്വാസം കൊണ്ടുവന്ന് പിന്തിരിപ്പിക്കും. നമ്മുടെ ദുഷിച്ച സ്വഭാവങ്ങളെ അവൻ ന്യായീകരിക്കും. നാം ദൈവമക്കളായി കഴിയുമ്പോൾ നമ്മെ മുൻപോട്ട് വിടാതെ, അതെ ദൈവാനുഗ്രഹം ലഭിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്നും നമ്മെ അവൻ അകറ്റി നിർത്തും. ഒരു മദ്യപാനിയായ മനുഷ്യനോട് മദ്യപാനം ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന മുഷിച്ചിലിനേക്കാൾ ഏറെയാണ് ഒരു വിശ്വാസിയോട് ദൈവവേലയ്ക്ക് വേണ്ടി ത്യാഗപൂർവ്വം കൊടുക്കണമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നത്. ലോകത്തിൽ മറ്റെല്ലാ കാര്യത്തിനും വലിച്ചെറിഞ്ഞ് കളയുവാൻ അവന് മനസ്സുണ്ട്. എന്നാൽ ദൈവവേലയ്ക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ അവൻ്റെ മുഷിച്ചിൽ കണ്ടിട്ടുണ്ടോ? അതിന് എന്തെല്ലാം ന്യായീകരണം കൊണ്ടുവരുമെന്നറിയാമോ? ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ഇതല്ലേ വാസ്തവം? ഇതല്ലേ വാസ്തവത്തിൽ സംഭവിക്കുന്നത്? ദൈവാനുഗ്രഹത്തിൽ നിന്നും നമ്മെ അകറ്റി നിർത്തുവാനാണ് പിശാച് എപ്പോഴും ശ്രമിക്കുന്നത്. എന്നാൽ സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അതത്ര ശുശ്രൂഷയുടെ ഏറ്റവും സന്തോഷമുള്ള ഭാഗം എന്ന് നാം ഓർക്കണം. അനേകർക്കും ഈ രഹസ്യം അറിയില്ല എന്നതാണ് ദുഃഖകരം. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. നാം നൽകുന്നത് ദൈവത്തിൽ ആശ്രയിച്ചു വേണം. നമുക്കുള്ളത് കണക്ക് കൂട്ടിയിട്ട് ദൈവവേലയ്ക്ക് കൊടുക്കുവാൻ ചിന്തിച്ചാൽ ആകെ തെറ്റും. അതുകൊണ്ടാണ് ഇവിടെ ഒരു വിശ്വാസ പ്രതിജ്ഞയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നാം വിശ്വാസത്താൽ അത് ചെയ്യുമെന്ന് തീരുമാനിക്കുമ്പോൾ ദൈവം അതിനുള്ള വഴിയൊരുക്കി തരും. ഒരുപക്ഷെ മറ്റുള്ളവരോട് പോയി പറഞ്ഞു വാങ്ങി താങ്കൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാനായിട്ടായിരിക്കും. എന്നാൽ ഒരു കാര്യം ഓർക്കണം, നാം ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ദൈവവേലയ്ക്ക് വേണ്ടി ആകുന്നു എന്ന് നാം ഉറപ്പാക്കണം. എന്ന് പറഞ്ഞാൽ നാം കൊടുക്കുന്നത് ആത്മാക്കളെ ആദായപ്പെടുത്തുവാൻ, അതെ മറ്റുള്ളവരെ കർത്താവിങ്കിലേക്ക് നയിക്കുവാൻ, ആത്മീയമായി വളർത്തുവാൻ സഹായകരമാകുന്ന സ്ഥാനത്തെത്തും എന്ന് നാം ഉറപ്പാക്കണം.
ഇത് അനാവശ്യമായി കളയുകയും ശരിയായ വഴിയിൽ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നത് നാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. 8-ാം വാക്യത്തിൽ, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. കർത്താവിന് വേണ്ടി കൊടുത്ത് ക്ഷീണിച്ചു പോയ ഒരുവനെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല കേട്ടോ. അവൻ നൽകുന്ന അനുഗ്രഹങ്ങൾ ഭൗതികം മാത്രമല്ല, ആത്മികവുമായിരിക്കും. പ്രതിഫലമുണ്ട് നിശ്ചയം എന്ന് കണ്ട് നാം 1 കൊടുത്താൽ 100 കിട്ടും എന്നുള്ള ധാരണയോടുകൂടെ കൊടുക്കുന്നതും തെറ്റാം. മനസ്സിലായല്ലോ? ദൈവം നാം നൽകുന്നത് കൊണ്ട് ഭൗതികമായി അനുഗ്രഹിക്കാമെന്ന് അല്ല പറയുന്നത്. അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ അത് തീർച്ചയായും ക്രമീകരിക്കപ്പെടും. എന്നാൽ അതിനേക്കാൾ വലിയ അനുഗ്രഹമാണ് ദൈവം നമുക്ക് നൽകുന്നത്. നാം കൊടുക്കുന്നതിൻ്റെ പിൻപിലെ പ്രചോദനം കൂടുതൽ കിട്ടുമെന്നുള്ളതായിരിക്കരുത്. പിന്നെയോ എൻ്റെ ഉത്തരവാദിത്തമാകുന്നു. എൻ്റെ അപ്പനെ ഞാൻ ശുശ്രൂഷിക്കുന്നത്, ചെലവിന് കൊടുക്കുന്നത്. ഒരിക്കലും എനിക്ക് അത് ഒരു നിർബന്ധമായതിനാലല്ല, എൻ്റെ സ്നേഹം കൊണ്ടാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്ത് വളർത്തിക്കൊണ്ട് വരുന്നത് ഒരിക്കലും നിർബന്ധത്താലല്ല, അതെൻ്റെ സന്തോഷമാണ്. ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് ഒരിക്കലും നിർബന്ധത്താലാകുവാൻ പാടില്ല. 9-10 വാക്യങ്ങളിൽ, അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. 112-ാം സങ്കീർത്തനത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണിത്. ആ സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു: യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും. ആവശ്യത്തിലിരിക്കുന്നവരെ എല്ലാ വിധത്തിലും സഹായിക്കുന്നത് ഒരു വരമാണ്. ഏകാന്തതയിൽ കഴിയുന്നവരെ സന്ദർശിക്കുന്നതും ഒരു നല്ല സാക്ഷ്യം തന്നെ. കൃഷിക്കാരൻ വിത്ത് വാരി വിതറുന്നത് ഒരു വലിയ പ്രതീക്ഷയോടെയാണ്. നല്ല ഒരു കൊയ്ത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് വിതറുന്നതിൻ്റെ അനേകം മടങ്ങ് തിരികെ കിട്ടാൻ. ദൈവവും അങ്ങനെ തന്നെ ചെയ്യും. താങ്കൾ കൊടുക്കുന്നതിൻ്റെ അനേകം മടങ്ങ് താങ്കൾക്ക് തിരികെ ലഭിക്കും. എന്തിനായിട്ടാണെന്നറിയാമോ? ദൈവവേലയ്ക്ക് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ. ഇന്ന് അനേകരും അങ്ങനെ കിട്ടിയിട്ട് ജഡത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി, ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുവാൻ കാത്തിരിക്കുകയാണ്. ദൈവം നാം കൊടുക്കുന്നതിനു മുൻപ് തന്നെ നമ്മുടെ ഉദ്ദേശം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ, വളരെ പ്രാർത്ഥനയോടെ വേണം നാം കൊടുക്കേണ്ടത്. 11-12 വാക്യങ്ങളിൽ ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാരാകും. ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതുമല്ലാതെ ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണവുമാകുന്നു. നിങ്ങൾ കൊടുക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് നന്ദി കരയറ്റാൻ ഇടയാകും. അതെ, നാം സകല മാനവും മഹത്വവും ദൈവത്തിന് തന്നെ ലഭിക്കുന്നു എന്നത് ഉറപ്പാക്കണം. 13-ാം വാക്യം നോക്കുമോ? ഈ സഹായത്താൽ തെളിയുന്ന സിദ്ധത ഹേതുവായി ക്രിസ്തുവിൻ്റെ സുവിശേഷം നിങ്ങൾ സ്വീകരിച്ച അനുസരണ നിമിത്തവും അവരോടും എല്ലാവരോടും നിങ്ങൾ കാണിക്കുന്ന കൂട്ടായ്മയുടെ ഔദാര്യ നിമിത്തവും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. നിങ്ങളുടെ ഔദാര്യദാനത്താൽ എവിടെയെങ്കിലും ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? അങ്ങനെ ആയിരിക്കുവാൻ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ? അങ്ങ് വളരെ വടക്ക് ഒരു ഗ്രാമത്തിൽ നിങ്ങൾ കൊടുത്ത സംഭാവന മൂലം അനേകർ കർത്താവിനെ കണ്ടെത്തുവാൻ ഇടയായിത്തീർന്നു. അവിടെ ഒരു ചെറിയ ആരാധന ആരംഭിച്ചു. ആളുകൾ ശരിയായി ജീവിക്കുവാൻ ആരംഭിച്ചു. അവിടെ അവർക്ക് ജീവിക്കുവാൻ തക്കതായ ഒരു മാർഗമുണ്ടാക്കി കൊടുത്തു. 10 തയ്യൽ മെഷീൻ വാങ്ങി ആളുകളെ, പ്രത്യേകിച്ച് ആ ഗ്രാമത്തിലെ കുട്ടികളെ തയ്യൽ പഠിപ്പിക്കുവാൻ ആരംഭിച്ചു. അവർ ഇന്ന് നിങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അവിടെ ഒരു ചെറിയ സ്കൂൾ ആരംഭിച്ചു. അവിടെ ആർക്കും എഴുത്തും വായനയും അറിയാമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നിങ്ങൾ കൊടുത്തതായ ഔദാര്യദാനം നിമിത്തം ഒരാൾ അവിടെ പോയി ആ സ്കൂളിൽ പഠിപ്പിക്കുവാൻ ആരംഭിച്ചു. നോക്കണേ, ഇന്ന് അവർ നിങ്ങളെ കണ്ടിട്ടില്ല, എന്നാൽ അവർ നിങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 14-ാം വാക്യം, നിങ്ങൾക്ക് ലഭിച്ച അതിമഹത്തായ ദൈവകൃപ നിമിത്തം അവർ നിങ്ങളെ കാണുവാൻ വാഞ്ചിച്ച്
നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കൊടുക്കുന്നതൊരു കൃപയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ദശാംശം കൊടുക്കൽ കൽപ്പനയൊന്നുമല്ല, നിയമത്തിന് കീഴിലുള്ള വ്യവസ്ഥയുമല്ല. അത് ഒരു കൃപയാണ്. നമ്മുടെ പ്രാപ്തി പോലെ നമുക്ക് കൊടുക്കാം. ദശാംശത്തിൽ കൂടുതൽ കൊടുക്കണം എന്ന് നാം കഴിഞ്ഞ ദിവസം കണ്ടല്ലോ. അങ്ങനെ കൊടുക്കുന്ന അനേകരുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, നാം കൊടുക്കുമ്പോൾ അത് ദൈവകൃപയായി നാം കാണണം. 15-ാം വാക്യം, പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ എത്ര കൊടുത്താലും ദൈവം നൽകുന്നതിനോട് കിടപിടിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. ദൈവത്തിൻ്റെ ദാനം നാം കൊടുക്കുന്ന എല്ലാറ്റിനേക്കാളും വലുതാണ്, ശ്രേഷ്ഠമാണ്. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകിയത് അതിനേക്കാൾ അധികം എന്ത് നൽകുവാൻ സാധിക്കും? അതിനു പകരം നാം എന്തു കൊടുത്താലും മതിയാകയില്ല. പറഞ്ഞു തീരാത്ത ദാനം. ദൈവത്തിൻ്റെ പുത്രൻ സമ്പന്നനായിരുന്നു. ഈ താണലോകത്തിലേക്ക് അവൻ ഇറങ്ങി വന്നു. ഒരു സുവിശേഷകനെ പോലെ അവൻ ജീവിച്ചു. ജീവിക്കുക മാത്രമല്ല, താങ്കൾക്ക് വേണ്ടി അവൻ മരിച്ചു. എനിക്ക് വേണ്ടി അവൻ ക്രൂശിന്മേൽ മരണം വരിച്ചു. ഒരു കുരിശിന്മേൽ മരിക്കാൻ സ്വർഗത്തിൻ്റെ മഹിമ അവൻ വിട്ടിറങ്ങി വന്നു. പൈശാചിക മരണം അവൻ ഏറ്റു. എനിക്കും താങ്കൾക്കും നിത്യജീവൻ ഉണ്ടാകുവാൻ അവൻ അത്ഭുതവാനായ രക്ഷകനാകുന്നു. ശോഭയേറിയ ഉദയനക്ഷത്രമാകുന്നു. നമ്മെ രക്ഷിച്ച ദൈവത്തിൻ്റെ ഏകജാതൻ. നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ദാനം അതാകും. ദൈവം തനിക്കുള്ളതെല്ലാം നമുക്ക് വേണ്ടി തന്നു. തനിക്കുള്ളതെല്ലാം നമുക്ക് വേണ്ടി തന്നു. അതെ, ക്രിസ്തുവിനെ അവിടുന്ന് നമുക്ക് ദാനമായി തന്നു. ഈ ലോകത്തിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്നതിലേക്കും വലിയ സമ്മാനം അതാകും. നാം എന്ത് ത്യാഗം അനുഭവിച്ചാലും ക്രിസ്തുവാകുന്ന വലിയ ദാനത്തെ മറികടക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ സത്യമറിഞ്ഞ അനേക വീരന്മാർ തങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ത്യാഗം ചെയ്ത് ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. അവർ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സ്ഥലങ്ങളിൽ പോയി അവിടെ മരിച്ചു വീണു. കാരണം തങ്ങളുടെ ജീവനേക്കാൾ വലുതായി അവർ കണ്ടത് ദൈവം തങ്ങൾക്ക് നൽകിയ ദാനം, സന്തോഷം മറ്റുള്ളവർക്ക് പങ്കിടുന്നതാണ്. തങ്ങൾക്കുള്ള വകകൾ മാത്രമല്ല, തങ്ങളുടെ ജീവനെ കൂടി ത്യാഗം ചെയ്തവരാൽ നിറഞ്ഞ ചരിത്രമുള്ളതാകുന്നു ക്രിസ്തീയ സഭ. അതെ, സകലവും നൽകുവാൻ താല്പര്യപ്പെട്ട് മുൻപോട്ട് വന്നതായ അനേക വിശുദ്ധന്മാരെ നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള വകകളും നിങ്ങളെ തന്നെയും ദൈവത്തിനായി കൊടുപ്പാൻ സാധിക്കുന്നുണ്ടോ? ഇന്നത്തെ ഈ പഠനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള പ്രചോദനം നൽകുന്നതായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമൃദ്ധിയായി കൊടുപ്പാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.